സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും മുടങ്ങിയെന്ന വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. എന്നാൽ ഈ വാർത്തകളെ എല്ലാം തന്നെ തള്ളിക്കൊണ്ട് മന്ത്രി KN ബാലഗോപാൽ തന്നെ, ധനമന്ത്രിയായ KN ബാലഗോപാൽ തന്നെ ഇപ്പോൾ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിൽ ശമ്പളവും പെൻഷനും ഒന്നും മുടങ്ങില്ല എന്ന്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയൊരു സഹായം കേരളത്തിന് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം 4000 കോടി രൂപയോളം കേന്ദ്രം കേരളത്തിന് അനുവദിച്ചിരുന്നു. ഇത് ഒരു അടിയന്തരമായി കേന്ദ്രം കേരളത്തിന് വേണ്ടി നൽകിയ ഒരു തുകയാണ്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു സഹായമാണ്. കാരണം അടിയന്തരമായി 4000 കോടി രൂപ അനുവദിച്ചതുകൊണ്ട് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു മാസത്തെ ചെലവുകളൊക്കെ തന്നെ തൽക്കാലം ഒരു ആശ്വാസം കണ്ടെത്താൻ, ഈ ചെലവുകളിലൊക്കെ തന്നെ ഒരു ആശ്വാസം കണ്ടെത്താൻ കേരളത്തിന് ഈ ഒരു തുക കൊണ്ട് സാധിക്കും എന്നൊരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ശമ്പളം മുടങ്ങി എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നത്. എന്നാൽ ഈ വാർത്തകളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്, ഇപ്പോൾ ശമ്പളം മുടങ്ങും, പെൻഷൻ്റെ കാര്യത്തിൽ തടസ്സം വരും എന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. അത് മുടക്കാനും തടസ്സം വരാനുമായിട്ട് നമുക്ക് ഈ മാസം കിട്ടേണ്ട 13,000 കോടി, സാധാരണഗതി കിട്ടേണ്ട 13,000 കോടി കേന്ദ്ര ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടില്ല. 6-ാം തീയതി 7-ാം തീയതി ആയിട്ട് സുപ്രീം കോടതി അതിൻ്റെ കേസ് വരികയാണ്. നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഇത് നമ്മുടെ ആകെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ്. അതിന് ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ പെൻഷനും ശമ്പളവും എല്ലാം കൃത്യമായിട്ട് ലഭിക്കും. പക്ഷേ ഈ വസ്തുത തന്നെയാണ്. 13,600 കോടി അവിടുന്ന് തരുന്നില്ല എന്നുള്ളത് നമ്മളെ വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും എപ്പോഴും ഇത് കേസിന് പോയില്ലായിരുന്നെങ്കിലും കിട്ടേണ്ട പണമാണ്. അപ്പോൾ കേസിന് പോയി എന്ന് പറഞ്ഞിട്ട് പണം തരാതിരിക്കുന്നുണ്ട്. ആ അവസ്ഥയുണ്ട്. പക്ഷേ പെൻഷനും ശമ്പളവും ഒന്നും മുടങ്ങുന്ന അവസ്ഥ വരില്ല. ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും ഒന്നും മുടങ്ങുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് സർക്കാർ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് താൽക്കാലികമായ ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ശമ്പളം മുടങ്ങിപ്പോയത്, അല്ലാതെ പണമില്ലാത്തത് കൊണ്ടല്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ധനസഹായം കേരളം പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇനിയും കുറെ കൂടെ തുക കേരളത്തിന് ലഭിക്കേണ്ട കുറച്ച് തുക കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാനുണ്ട്. വരും ദിവസങ്ങളിൽ അത് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വെക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ അടിയന്തരമായി ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നത്, അതായത് 2736 കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ലഭിക്കാനുണ്ടായിരുന്നത്. ആ പണം ഇപ്പോൾ കേരളത്തിന് ലഭിച്ചിരിക്കുകയാണ്. കൂടാതെ കേന്ദ്രവിഹിതവും അതുകൂടാതെ GST വരുമാനത്തിന്റെ വിഹിതവും കേരളത്തിന് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കുറച്ച് നാളത്തേക്ക് കേരളത്തിന് ഒരു ആശ്വാസകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ശമ്പളവും പെൻഷനും ഒന്നും തന്നെ മുടങ്ങില്ല എന്ന് കേരള സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് ഇത്തരത്തിൽ ശമ്പളം ലഭിക്കാത്തത് എന്ന് ധനമന്ത്രി പറയുമ്പോഴും ഈ ഒരു സംഭവത്തെ, ഈ ഒരു വിഷയത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പണമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ശമ്പളം ലഭിക്കാത്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞാണ്, ശമ്പളം വരെ മുടങ്ങുന്ന വളരെ ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പൂത്തുകയാണ്. 2020 ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിലും 2023 പ്രസിദ്ധീകരിച്ച ധവളപത്രത്തിലും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം സംസ്ഥാന ഗവൺമെന്റ് വളരെ തെറ്റായ രീതിയിലാണ് ധനകാര്യ മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുമ്പോൾ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാളത്തിലാണ്. പണമില്ല എന്നിട്ട് ടെക്നിക്കൽ റീസൺസ് പറയാൻ, സാങ്കേതിക കാരണങ്ങൾ പറയാൻ. പണം കയ്യിലില്ലാത്തതുകൊണ്ടാണ് കൃത്യമായി അത് എത്തിക്കാൻ കഴിയാതെ പോയത്. 1-ാം തീയതി ശമ്പളം കൊടുക്കണം, 2-ാം തീയതി കൊടുക്കേണ്ടവരുണ്ട്, 3-ാം തീയതി കൊടുക്കേണ്ടവരുണ്ട്. ഇങ്ങനെ ശമ്പളം ഇങ്ങനെ പല ദിവസങ്ങളായിട്ട് കൊടുക്കുക. ആ ശമ്പളം കൃത്യമായി കൊടുക്കാത്തതുകൊണ്ടാണ് ഇന്നലെ 1.25 ലക്ഷത്തോളം ആളുകൾക്ക് ശമ്പളം കിട്ടാതെ പോയത്. പക്ഷെ അതേസമയം അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ നൽകിയ ആ ഒരു ഹർജി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളവും കേന്ദ്രവും തമ്മിൽ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ആ സമയത്ത് സാധിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ 4000 കോടി രൂപ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഈ ഒരു കേസ് നിലനിൽക്കെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കേന്ദ്രവിഹിതവും അതുപോലെ തന്നെ GSTയുടെ വരുമാന വിഹിതവും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ ഇവിടെ
രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യമായി കാണുന്നു എന്ന തരത്തിൽ സംസ്ഥാനത്തിന് വേണ്ടി, കേരള സംസ്ഥാനത്തിന് വേണ്ടി കേന്ദ്രം ഈ ഒരു 4000 കോടി രൂപ തുക അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ ഈ ഒരു പ്രശ്നത്തെ രാഷ്ട്രീയമാക്കിക്കൊണ്ട്, രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ പോലും പണമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. പണമില്ലാത്ത ഒരു സാഹചര്യം അല്ല നിലവിലുള്ളതെങ്കിൽ പോലും, കാരണം കേന്ദ്രത്തിന്റെ പക്കൽ നിന്നും ഇത്രയും ഒരു തുക ലഭിച്ചിട്ടും ഇത്തരത്തിൽ പണമില്ല എന്ന് തന്നെയാണ് VD സതീശൻ എടുത്തു പറയുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും സർക്കാർ ഉറപ്പിച്ചു പറയുന്നുണ്ട് തീർച്ചയായിട്ടും ശമ്പളം നൽകും, പെൻഷൻ നൽകും, ഒരു കാരണവശാലും ശമ്പളവും പെൻഷനും സംസ്ഥാനത്ത് മുടങ്ങില്ല എന്ന് ഉറപ്പു തരുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെയും ആരോപണങ്ങളെയും എല്ലാം തന്നെ തള്ളിക്കൊണ്ട് ധനമന്ത്രി തന്നെ നേരിട്ട് എത്തി പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിശ്വസനീയമായ കാര്യം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.